നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നേതാവിനെയോ അല്ലെങ്കിൽ ഒരു ആചാര്യനെയോ കണ്ണടച്ചു വിശ്വസിച്ചിട്ട് അവസാനം വഴിതെറ്റിപ്പോയല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയൊരു വലിയ വിഷയത്തെപ്പറ്റിയാണ്. അറിവുണ്ടായിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാത്ത പണ്ഡിതന്മാരെക്കുറിച്ച്. ഇത് ഏതെങ്കിലും ഒരു മതത്തിലൊതുങ്ങുന്ന പ്രശ്നമല്ല, മറിച്ച് ഒരുപാട് വിശ്വാസങ്ങളെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പം നമുക്കിതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഒന്നാലോചിച്ചു നോക്കൂ. ലോകത്ത് ആയിരക്കണക്കിന് മതങ്ങളുണ്ട്, എണ്ണിയാലൊടുങ്ങാത്ത പണ്ഡിതന്മാരുണ്ട്, വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയധികം ആശയക്കുഴപ്പങ്ങളും ഭിന്നതയും? ശരിയായ വഴി കാണിച്ചു തരേണ്ടവർ തന്നെ നമ്മളെ തെറ്റായ ദിശയിലേക്ക് നയിക്കുകയാണോ? ഈ ഒരു ചോദ്യമാണ് നമ്മുടെ ഇന്നത്തെ അന്വേഷണത്തിന് തുടക്കമിടുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ദജ്ജാലിനേക്കാൾ ഉപരിയായി എന്റെ സമൂഹത്തെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നത് വഴിപിഴച്ച പണ്ഡിതന്മാരെയാണ്. ഇതൊരു നിസ്സാരമായ മുന്നറിയിപ്പല്ല. ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി കരുതപ്പെടുന്ന ഒന്നിനേക്കാൾ അപകടകാരികളാണ് ചില പണ്ഡിതന്മാര് എന്നു പറയുമ്പോൾ ആലോചിച്ചു നോക്കൂ ആ പ്രശ്നത്തിന്റെ ഗൗരവം. ഒരുപക്ഷെ നമ്മൾ ഭയക്കേണ്ടത് പുറത്തുനിന്നുള്ളവരെയല്ല, അകത്തുള്ളവരെ തന്നെയാണ്. തീർച്ചയായും നമ്മളിവിടെ എല്ലാ പണ്ഡിതന്മാരെയും അടച്ചാക്ഷേപിക്കുകയല്ല കേട്ടോ. ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം. പക്ഷേ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന വാദം ഭൂരിപക്ഷത്തെക്കുറിച്ചാണ്. ചരിത്രത്തിലുടനീളം നോക്കിയാൽ സത്യത്തിന്റെ പാതയിൽ ഉറച്ചുനിന്നവർ എപ്പോഴും ഒരു ന്യൂനപക്ഷമായിരുന്നില്ലേ? അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നതാണ് ശരിയെന്ന് കരുതുന്നത് ചിലപ്പോൾ ഒരു തെറ്റായ ധാരണയായിരിക്കാം. അപ്പോ എന്താണ് ഈ ആരോപണത്തിന് പിന്നിലെ തെളിവുകൾ? ഇത് വെറും അഭിപ്രായങ്ങൾ മാത്രമാണോ, അതോ മതഗ്രന്ഥങ്ങളിൽ തന്നെ ഇതിനടിസ്ഥാനമുണ്ടോ? നമുക്കതൊന്ന് പരിശോധിക്കാം. പണ്ഡിതർക്കെതിരെയുള്ള വാദങ്ങൾ അവരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ നിന്ന്. അപ്പോ ആരാണ് ഈ പ്രവർത്തിക്കാത്ത പണ്ഡിതൻ എന്നു പറയുന്നത്? വെറുതെ അറിവില്ലാത്ത ഒരാളല്ല, മറിച്ച് ഒരുപാട് അറിവുണ്ട്, പക്ഷെ ആ അറിവ് ജീവിതത്തിൽ കാണില്ല. അവരുടെ വാക്കുകൾ കേൾക്കാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ പ്രവൃത്തികൾ നേരെ തിരിച്ചായിരിക്കും. സാധാരണക്കാരുടെ മുന്നിൽ ഒരു വിശുദ്ധനായി അഭിനയിക്കുകയും അധികാരത്തിന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു തരം ഇരട്ടമുഖം. അറിവെന്നത് അനുസരിക്കാനുള്ളതല്ല, മറിച്ച് ആളുകളെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപകരണമാണെന്ന് കരുതുന്നവര്. നമ്മൾ ഇസ്ലാമിലെ സുന്നി പാരമ്പര്യത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിന് വളരെ ശക്തമായ തെളിവുകൾ കാണാൻ പറ്റും. പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഖയ്യിം അൽ ജൗസിയ ഇതിനെപ്പറ്റി ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അധികാരത്തിനു വേണ്ടി സത്യം വളച്ചൊടിക്കുന്ന, ഭൗതിക ലാഭങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്ന പണ്ഡിതന്മാരെ സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഉപയോഗിച്ച ഒരു ഉപമയുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. അത്തരക്കാർ വെറും പുസ്തകങ്ങൾ ചുമക്കുന്ന കഴുതകൾ മാത്രമാണ്. അതായത് അറിവിന്റെ ഭാരം ചുമക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണെന്ന് അവർക്കറിയില്ല. അപ്പോ ഇത് സുന്നി പാരമ്പര്യത്തിൽ മാത്രമല്ല കേട്ടോ. നമ്മൾ ഷിയ സ്രോതസ്സുകളിലേക്ക് വന്നാലും ഇതേ ആശങ്ക അവിടെയും കാണാം. ആ കാലഘട്ടത്തിലെ നിയമജ്ഞർ ആകാശത്തിന് കീഴിലുള്ള ഏറ്റവും ദുഷിച്ചവരായിരിക്കും. അവരിൽ നിന്നാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്, അവരിലേക്ക് തന്നെ അത് മടങ്ങുകയും ചെയ്യും. ഇതൊരു സാധാരണ വിമർശനമായി തോന്നുന്നുണ്ടോ? എനിക്കിതൊരു പ്രവചനം പോലെയാണ് തോന്നുന്നത്. ഒരേ പ്രശ്നം തന്നെ രണ്ട് വ്യത്യസ്ത ശാഖകളിലും ഒരുപോലെ പ്രതിധ്വനിക്കുന്നു. ഇതിലൊരു സാർവത്രിക സത്യമില്ലേ? ഇനി നമുക്ക് കുറച്ചുകൂടി പിന്നോട്ടു പോകാം, മറ്റൊരു വിശ്വാസത്തിലേക്ക്. ക്രിസ്ത്യൻ തിരുവെഴുത്തുകളിലും സമാനമായൊരു മുന്നറിയിപ്പുണ്ട്. ജനങ്ങൾ ശരിയായ പ്രബോധനം കേൾക്കാൻ മടിക്കുന്ന ഒരു കാലം വരും. പകരം അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് മാത്രം പറയുന്ന ഗുരുക്കന്മാരെ അവർ തന്നെ കണ്ടെത്തും. അതായത് ആളുകൾക്ക് സത്യം കേൾക്കണ്ട, അവർക്ക് കേൾക്കാൻ സുഖമുള്ളത് കേട്ടാ മതി. ആ ഒരു അവസരം മുതലെടുക്കാൻ എപ്പോഴും പണ്ഡിതന്മാരുണ്ടാകും. ഈ ഒരു പാറ്റേൺ ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടു പരിചയമുള്ളതായി തോന്നുന്നുണ്ടോ? അപ്പൊ ശരി, പണ്ഡിതന്മാരെ അപ്പാടെ വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആരെയാണ് നമ്മൾ കേൾക്കേണ്ടത്? മതപരമായ കാര്യങ്ങളിൽ അവസാന വാക്കാരുടേതാണ്? ഈ ചോദ്യമാണ് നമ്മളെ അടുത്ത വളരെ നിർണായകമായൊരു വിഷയത്തിലേക്ക് എത്തിക്കുന്നത്. ആരാണ് യഥാർത്ഥ അധികാരകേന്ദ്രം? ഇവിടെയാണ് കാര്യങ്ങൾ ആകെ മാറുന്നത്. ഖുറാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് അധികാരമുള്ളവരെ അനുസരിക്കുക എന്നത്. സാധാരണയായി ഭരണാധികാരികളെയും നമ്മൾ കാണുന്ന മതപണ്ഡിതന്മാരെയുമൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ലേഖനം ആ വ്യാഖ്യാനത്തെ പൂർണ്ണമായും ചോദ്യം ചെയ്യുകയാണ്. യഥാർത്ഥ അധികാരം എന്ന് പറയുന്നത് പഠിച്ചോ തിരഞ്ഞെടുപ്പിലൂടെയോ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് അത് ദൈവം നേരിട്ട് നിയോഗിക്കുന്ന പ്രവാചകന്മാർക്കും അവരുടെ പിൻഗാമികൾക്കും മാത്രം അവകാശപ്പെട്ടതാണ് എന്നാണ് ഈ വാദം. ഇതൊരു ചെറിയ വ്യാഖ്യാന വ്യത്യാസമല്ല, അധികാരത്തിന്റെ ഘടനയെ തന്നെ ചോദ്യം ചെയ്യലാണ്. ഈ അധികാരത്തെക്കുറിച്ചുള്ള തർക്കത്തിന്റെ എല്ലാം നടുവിലുള്ളൊരു പ്രധാനപ്പെട്ട ആശയമാണ് തക്ലീദ്.
ലളിതമായി പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് മതത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അവരൊരു പണ്ഡിതന്റെ അഭിപ്രായത്തെ പിന്തുടരുന്നു. ഒരു രോഗം വന്നാൽ നമ്മൾ ഡോക്ടറെ വിശ്വസിക്കുന്നത് പോലെ. എന്നാൽ ഇവിടെ ചോദ്യം ഇതാണ്: ആരെയാണ് നമുക്ക് അങ്ങനെ പിന്തുടരാൻ അനുവാദമുള്ളത്? ഈ ഒരു പോയിന്റിലാണ് ഷിയാ കാഴ്ചപ്പാട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ വാദപ്രകാരം ദൈവികമായ യഥാർത്ഥ അറിവിന്റെ ഒരേ ഒരു ഉറവിടം പ്രവാചകന്റെ കുടുംബം മാത്രമാണ്. അവരല്ലാത്ത മറ്റേതൊരു പണ്ഡിതനെ പിന്തുടരുന്നതും ബഹുദൈവ ആരാധനയ്ക്ക് തുല്യമായ ഷിർക്ക് ആണെന്നുവരെ പറയുന്നു. പണ്ഡിതന്മാരുടെ അധികാരത്തെ ന്യായീകരിക്കാനായി പറയുന്ന പല ഹദീസുകളും ദുർബലമാണെന്നും ഇവർ വാദിക്കുന്നു. ഇതൊരു വിപ്ലവകരമായ ചിന്തയാണല്ലേ? വെറും വാദങ്ങൾ പറഞ്ഞാൽ മാത്രം പോരല്ലോ അല്ലേ? ഏതൊരു ആശയവും നമ്മുടെ മനസ്സിൽ ഉറക്കണമെങ്കിൽ ചില ഉദാഹരണങ്ങൾ വേണം, ചില കഥകൾ വേണം. ഈയൊരു വാദം അതിന്റെ ആഴം വ്യക്തമാക്കാൻ വേണ്ടി ചരിത്രത്തിൽ നിന്നും മതഗ്രന്ഥങ്ങളിൽ നിന്നും ചില ശക്തമായ പ്രതീകങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. ആരാണ് ഈ വഴിപിഴപ്പിക്കലിന്റെ പ്രതീകങ്ങൾ? നമുക്ക് നോക്കാം. നമ്മുടെ ആദ്യത്തെ ഉദാഹരണം യേശുവിന്റെ കാലഘട്ടത്തിലെ മതപണ്ഡിതന്മാരായിരുന്ന ഫരിസേയന്മാരാണ്. അവർ സമൂഹത്തിൽ വലിയ ആദരവ് നേടിയിരുന്നവരാണ്, മതനിയമങ്ങളിൽ അഗാധമായ അറിവുള്ളവർ. പക്ഷേ ദൈവിക സത്യവുമായി യേശു വന്നപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കഠിനമായി എതിർത്തത് ഇതേ പണ്ഡിതന്മാരായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? ബൈബിളിലെ മത്തായിയുടെ സുവിശേഷം അവരുടെ സ്വഭാവം കൃത്യമായി പറയുന്നുണ്ട്. അവർ നന്നായി പ്രസംഗിക്കും, പക്ഷേ പ്രവർത്തിക്കില്ല. ആളുകൾ അവരെ ഗുരു എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാൻ അവർക്ക് വലിയ ഇഷ്ടമാണ്. അവർ സ്വർഗത്തിലേക്കുള്ള വഴി ജനങ്ങൾക്കു മുന്നിൽ കൊട്ടിയടയ്ക്കുന്നു. പുറമേ നോക്കുമ്പോൾ വലിയ ഭക്തന്മാരായി തോന്നും, പക്ഷെ ഉള്ളിൽ മുഴുവൻ കാപട്യവും അധർമ്മവുമാണ്. ഇത് 2000 വർഷം മുൻപുള്ള കഥയായിരിക്കാം, പക്ഷേ ഈ സ്വഭാവങ്ങൾ ഇന്നും നമ്മുടെ ചുറ്റും കാണാൻ കഴിയുന്നില്ലേ? ഇനി നമുക്ക് കുറച്ചുകൂടി സങ്കീർണമായ ഒരു കഥാപാത്രത്തെ നോക്കാം. സാമരി. ഇദ്ദേഹം വെറുമൊരു സാധാരണക്കാരനായിരുന്നില്ല. പ്രവാചകനായ മോശയുടെ ഏറ്റവും അടുത്ത അനുയായികളിലൊരാൾ, മറ്റാരും കാണാത്ത ദൈവികമായ അടയാളങ്ങൾക്ക് സാക്ഷിയായ ഒരാൾ. എന്നിട്ടും മോശയുടെ അഭാവത്തിൽ ജനങ്ങളെ വഴിതെറ്റിച്ച് ഒരു സ്വർണ്ണക്കാളക്കുട്ടിയെ ആരാധിക്കാൻ പ്രേരിപ്പിച്ചത് ഇതേ സാമരിയാണ്. എങ്ങനെയാണ് ഇത്രയും ഉന്നതനായ ഒരാൾക്ക് ഇങ്ങനെയൊരു പതനം സംഭവിച്ചത്? സാമരിയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ശരിക്കും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. അറിവോ സ്ഥാനമോ ഒരാളുടെ ആത്മീയ സുരക്ഷയുടെ ഉറപ്പല്ല. മറ്റാർക്കുമില്ലാത്ത അറിവ് തനിക്കുണ്ടെന്ന അഹങ്കാരം, മോശയോടുള്ള അസൂയ, സ്വന്തം പേരും പ്രശസ്തിയും, ഇതൊക്കെയായിരുന്നു സാമരിയെ നയിച്ചത്. ഇത് തെളിയിക്കുന്നത് എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഫരിസേയരും സാമരിയുമൊക്കെ മനുഷ്യരുടെ വീഴ്ചകളാണെങ്കിൽ അറിവ് അഹങ്കാരമായി മാറിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആരായിരിക്കും? സൃഷ്ടികളിൽ ഒരുപക്ഷെ ഏറ്റവും അറിവുള്ളവനായിരുന്നിട്ടും ദൈവത്തോട് നേരിട്ട് ധിക്കാരം കാണിച്ച ആത്യന്തിക ഉദാഹരണത്തിലേക്ക്, ഇബ്ലീസിലേക്ക്. ഇബ്ലീസിന്റെ കഥ വെറുമൊരു കഥയല്ല, അതൊരു വലിയ താക്കീതാണ്. ഒരുപാട് കാലം ദൈവത്തെ ആരാധിച്ച ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നൊരാളായിരുന്നു. പക്ഷേ ആദമിനു മുന്നിൽ പ്രണമിക്കാൻ ദൈവം കൽപ്പിച്ചപ്പോൾ ആ ഒരൊറ്റ നിമിഷത്തെ അഹങ്കാരം കൊണ്ട് അവന്റെ എല്ലാ അറിവും ആരാധനയും പാഴായിപ്പോയി. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്: അനുസരണയില്ലാത്ത അറിവ് വെറുമൊരു ഭാരം മാത്രമാണ്. അത് നമ്മളെ ഉയരങ്ങളിലേക്കല്ല, അഗാധമായ പതനത്തിലേക്കായിരിക്കും നയിക്കുക. അപ്പോ ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: വഴിതെറ്റിക്കുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിൽ യഥാർത്ഥ അറിവ് പിന്നെ എവിടെയാണ് നമ്മൾ കണ്ടെത്തുക? നമുക്ക് ഈ ചിന്തകളെല്ലാം ഒന്ന് ഒരുമിച്ച് ചേർത്തുവെച്ച് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കാം. ഒരേ പാമ്പ് ഒരേ മാളത്തിൽ നിന്ന് എല്ലാ തവണയും നിങ്ങളെ കൊത്തുന്നു. ആലോചിച്ചു നോക്കൂ, എത്ര ശക്തമായ വാക്കുകളാണിത്. ഇത് പറയുന്നത് വഴിപിഴച്ച പണ്ഡിതന്മാരെ പിന്തുടരുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ചരിത്രത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു ദുരന്തമാണെന്നാണ്. ഒരേ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ മനുഷ്യൻ വിധിക്കപ്പെട്ടവനാണോ? അപ്പോ നമ്മൾ അവസാനം എത്തിനിൽക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിലാണ്. നമ്മൾ ആരെ വിശ്വസിക്കണമെന്ന് പഠിച്ചോ അവർ തന്നെ നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പിന്നെങ്ങനെയാണ് നമ്മൾ ശരിയായ വഴി കണ്ടെത്തുക? ആരുടെ വാക്കാണ് നമ്മൾ കേൾക്കേണ്ടത്? ആരുടെ കയ്യിലാണ് പിടിക്കേണ്ടത്? ഒരുപക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം മറ്റാരെങ്കിലും പറഞ്ഞു തരുന്നതിലല്ല, മറിച്ച് ഓരോ വ്യക്തിയും സ്വന്തമായി നടത്തേണ്ട ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിലാണ്. ആ ഒരു അന്വേഷണത്തിന് നിങ്ങൾ തയ്യാറാണോ?